ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് 04931200916. മാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കൂട്ടുംപാടം. കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ അലിയെ കൊലപ്പെടുത്തിയ കടുവയെ ക്യാമറയിൽ കണ്ടെത്തി. ക്യാമറയിലാണ് പതിഞ്ഞിരിക്കുന്നത്. അതായത് അതിനിടയിൽ ഇപ്പോൾ നിലമ്പൂർ DFO സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഉദ്യോഗത്തൊക്കെ ബാധിക്കുമോ? ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കില്ല. തീർച്ചയായും ബാധിക്കും. അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന തുള്ളിയാണല്ലോ. എന്തുകൊണ്ടാണ് ഇത്ര തീരുമാനത്തിൽ എനിക്കറിയില്ല. അത് ഗവൺമെന്റ് തീരുമാനമല്ല, ഡിസിഷൻസ് അല്ല. നമ്മളൊരു ഓപ്പറേഷൻ അത് ഒരു ചെറിയൊരു ഹീസ് ലീഡിങ് ഉച്ചയ്ക്ക് ശേഷം എന്തായിരിക്കും നടപടി? ഇനിയിപ്പോ ആളുകൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ? ഇല്ല, ഇപ്പൊ കൊണ്ടുപോകാനായി ഇമേജ് അത് ഓൾറെഡി നമ്മുടെ ഡാറ്റാബേസിൽ സൈലന്റ് വാലി എന്ന് പറഞ്ഞ ടൈഗറാണ്. സൈലന്റ് വാലി 1 വന്ന ടൈഗർ. അതെ. കാളികാവിലെ നരഭോജി കടുവയെ പിടിക്കാനുള്ള ദൗത്യം വനംവകുപ്പ് 6ാം ദിവസവും തുടരുകയാണ്. നരഭോജി കടുവയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഗഫൂറിനെ ആക്രമിച്ച സ്ഥലത്തു തന്നെയാണ് കടുവയെ കണ്ടതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗഫൂറിനെ കടുവ കടിച്ചു കൊല്ലുകയായിരുന്നു. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലാണ് കടുവയുടെ ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. ഈ കടുവ സൈലന്റ് വാലിയിൽ നിന്നുള്ളതാണെന്നും വനംവകുപ്പിന്റെ ഡാറ്റ ലിസ്റ്റിലുള്ളതാണെന്നും ചീഫ് വെറ്ററിനറി സർജൻ അരുൺ സെക്കറിയ വ്യക്തമാക്കി. ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സെക്കറിയയുടെ നേതൃത്വത്തിലുള്ള 50-അംഗ സംഘമാണ് കടുവയെ പിടികൂടാനുള്ള ദൗത്യം നയിക്കുന്നത്. കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിനായി മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളെയും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. പരിസരത്ത് സ്ഥാപിച്ച 50 ക്യാമറകളിലൂടെ കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലം കണ്ടെത്താനാണ് വനവകുപ്പ് ശ്രമിക്കുന്നത്. ഇതിനുശേഷമാകും മയക്കുവെടി വയ്ക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകുക. 3 സംഘമായി തിരിഞ്ഞാണ് കടുവയ്ക്കായി നിലവിൽ തിരച്ചിൽ നടത്തുന്നത്. കാളികാവ് അടയ്ക്കാക്കുണ്ടിലെ റബ്ബർ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം. 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിനുകൾ വീതം സ്വന്തമാക്കാം.